നഗരത്തിന് ആഘോഷ ദിനരാത്രങ്ങൾ സമ്മാനിച്ച് ചലച്ചിത്രമേള 6ാം ദിനം പിന്നിടുകയാണ്. ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിച്ചത് 67 ചിത്രങ്ങളാണ്. പ്രദർശന ചിത്രങ്ങളിൽ താരമായി ഫെമിനിച്ചി ഫാത്തിമ. സ്ത്രീകളുടെ പോരാട്ടങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഉയർത്തിക്കാട്ടുന്ന ഈ മനോഹര ചിത്രം മലയാള സംവിധായകൻ ഫാസിൽ മുഹമ്മദിന്റെ ആദ്യ ചിത്രമാണ്. ചലച്ചിത്രമേള 6ാം ദിനം പിന്നിടുമ്പോൾ പ്രദർശിപ്പിച്ചത് 67 ചിത്രങ്ങൾ. 29ാമത് ചലച്ചിത്രമേളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ജേതാവായ ഹോങ്കോങ് സംവിധായിക ആൻ ഹുയിയുടെ ബോട്ട് പീപ്പിൾ മേളയുടെ മറ്റൊരു ആകർഷണമായി. സിനിമാ ജീവിതത്തിൽ 50 വർഷം തികയ്ക്കുന്ന മധു അമ്പാട്ടിനോടുള്ള ആദരസൂചകമായി മേളയിൽ 6ാം ദിനം അമരം പ്രദർശിപ്പിച്ചു. റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ മലയാളത്തിന്റെ പ്രിയനടൻ മമ്മൂട്ടി അച്ചൂട്ടിയായി പകർന്നാടിയ ചിത്രം ആവേശത്തോടെ കാണികൾ സ്വീകരിച്ചു. ഹോമേജ് വിഭാഗത്തിൽ ഹരികുമാറിന്റെ സുഹൃതവും പ്രദർശിപ്പിച്ചു. ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ അനോറ, ദി റൂം നെക്സ്റ്റ് ഡോർ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ലോക സിനിമാ വിഭാഗത്തിൽ കോൺക്ലേവ്, ഗേൾ ഫോർ എ ഡേ, നീ ക്യാപ്, പെപ്പെ, പിയേഴ്സ്, ഷഹീദ്, ദ സീഡ് ഓഫ് എ സാക്രഡ് ഫിഗ് തുടങ്ങിയ സിനിമകൾ പ്രദർശിപ്പിച്ചു. ഇക്കൊല്ലത്തെ കാൻ ചലച്ചിത്രമേളയിൽ അവാർഡ് സ്വന്തമാക്കിയ പായൽ കപ്പാടിയ ചിത്രം പ്രഭയായി നനച്ചതെല്ലാം ടാഗോർ തിയേറ്ററിലെ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു. കാമദേവൻ നക്ഷത്രം കണ്ടു, വെളിച്ചം തേടി, സംഘർഷഘടന, മുഖക്കണ്ണാടി, വിക്ടോറിയ എന്നിവയാണ് ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിലെത്തിയ മലയാളം ചിത്രങ്ങൾ. സമൂഹത്തിലെ സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾ പ്രമേയമായ ദി സബ്സ്റ്റൻസിന്റെ 3ാം പ്രദർശനവും പ്രേക്ഷക പ്രശംസ നേടി. ചലച്ചിത്രമേളയിലെ ജനപങ്കാളിത്തം ദിനം പ്രതി കൂടിവരികയാണ്. പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകളും സ്വതന്ത്ര ചിന്തകൾ പ്രതിഫലിക്കുന്ന സൗഹൃദ കൂട്ടായ്മകളും തന്നെയാണ് ഇത്തരം മേളകളെ ഏറെ ജനപ്രിയമാക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.